എല്ലാ പ്രേക്ഷകർക്കും ജിനോസ് ടെക് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കിയയുടെ സോണറ്റിൻ്റെ GT X+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതൊരു ഡീസൽ ഓട്ടോമാറ്റിക് മോഡലാണ്. ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തിനടുത്തെ കമ്പിപ്പാലത്തുള്ള ഇഞ്ചിയോൺ കിയ ഫെസ്റ്റിവൽ ഷോറൂമിൽ നിന്നാണ്. സോ നമ്മുടെ കിയയുടെ എല്ലാ വണ്ടികളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു കോൺടാക്ട് നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് കിയയുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ ചോദിച്ചറിയാവുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് കിയ സോണറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കിയ സോണറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചടക്കിയിട്ടുള്ള ഒരു സബ് കോമ്പാക്ട് SUV എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം ഹ്യൂണ്ടായുടെ വെന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയുമായിട്ട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഹ്യൂണ്ടായുടെ ഒരു ബ്രദർ കമ്പനിയാണ് കിയ എന്ന് പറയുന്നത്. പക്ഷേ കിയനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഡിസൈൻ ഏറ്റവും പക്കയായിട്ടുള്ള രീതിയിലായിരിക്കും കിയ വരുന്നത്. മാത്രമല്ല ഫീച്ചർ ലോഡഡായിട്ടായിരിക്കും കിയ എപ്പോഴും വരാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫീച്ചർ ലോഡഡായിട്ടുള്ള അടിപൊളി ലുക്കോടുകൂടി വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഏറ്റവും പുതിയ കിയ സോണറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴയ വണ്ടിയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലുക്കും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. എന്നാലും സാധാരണ രീതിയിലൊരു അപ്ഡേറ്റ് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഡീസൽ കാറുകൾ ഓടിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതൊരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. ഡിഫറൻറ്റ് മോഡുകളും റൈഡ് മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു കിടിലൻ ലുക്കാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഏതൊരു വലിയ വണ്ടി വന്ന് നിൽക്കുമ്പോഴും അതിൻ്റെ അടുത്ത് കൊണ്ട് ഈ ഒരു കിയ സോണറ്റ് കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം ഇത് അത്രയും കാണാനായിട്ട് ഒരു ഭംഗിയായിട്ടുള്ളൊരു വണ്ടിയാണ്. എന്തോ കിയയുടെ ഒരു പ്രത്യേകതയാണ്, എല്ലാ വണ്ടികളും കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കായിരിക്കും. അതുപോലെ കിടിലൻ ലുക്കായിട്ട് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി ഈ പറയുന്ന കിയ സോണറ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇതിൻ്റെ ഹയർ സെഗ്മെൻറ്റിലൊക്കെ വേറെ വണ്ടികളുണ്ടെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ടുള്ള സെഗ്മെൻറ്റിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് കിയ സോണറ്റ് എന്ന് കൂടി പറയേണ്ടി വരും. പിന്നെ ഫ്രണ്ട് എന്നുള്ള ലുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ഹൈറ്റ് നമുക്ക് ഫ്രണ്ട് ബോണറ്റിന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കറക്റ്റ് ഒരു SUV-യുടെ ഒരു ലുക്കാണ് തരുന്നത്. നമുക്ക് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചാരി വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കാണ് വണ്ടിക്ക് ഉണ്ടായിരിക്കുക. സോ ആ ഒരു ഹൈറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വണ്ടി നല്ലൊരു ഹൈറ്റുള്ള വണ്ടിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 3 സെഗ്മെൻറ്റ് പോലെയാണ് ഇതിൻ്റെ LED വന്നിട്ടുള്ളത്. ഇതിന് അവർ വിളിക്കുന്നത് എന്താ വെച്ചാൽ ക്രൗൺ ജ്വൽ LEDs എന്നാണ് വിളിക്കുന്നത്. അതൊരു 3 എണ്ണം, അതായത് നമ്മുടെ കിരീടത്തിൻ്റെ മുകളിലെ ആ ഒരു ഡയമണ്ട് പോലത്തെ ഒരു രീതിയിലാണ് ഇവർ 3 എണ്ണം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ചിലരൊക്കെ അതൊരു ഐസ് ക്യൂബ് LED ക്യൂബ്സ് LED എന്നും വിളിക്കാറുണ്ട്. ഇനി അത് എന്തായാലും വണ്ടിക്ക് നല്ലൊരു ലുക്കായിട്ട് തന്നെ വന്നിട്ടുള്ളത്. പഴയ സോണറ്റിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു 3D ഫീലിലാണ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇറങ്ങിയിരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. ഇനി ഈ ഒരു DRLനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സ്റ്റാർ മാപ്പ് DRL എന്നാണ് ഇതിനെ വിളിക്കാറ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ പഴയ സോണറ്റിൽ ആ ഒരു DRL ഭയങ്കരമായിട്ട് എന്താ പറയുക അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവമാണ്. കാരണം വണ്ടിക്ക് നല്ല ലുക്ക് തരുന്നുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഈ ഒരു DRL ലുക്കും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ലുക്കും ഒക്കെ പക്കയാണ്. ഇനി ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിലേക്ക് വരികയാണെങ്കിൽ സാധാരണ കുറച്ചുകൂടി ഒരു ക്രോം ഫിനിഷിലുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ടോപ്പ് എൻഡ് മോഡലിൽ. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ടൈഗർ നോസ് ഗ്രില്ല് എന്നാണ് വിളിക്കുന്നത്. എന്തായാലും ഈ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ഇവിടെയാണ് വരുന്ന ആ ഒരു ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അത് നമുക്ക് വലിയ എന്താ പറയുക കാണുമ്പോൾ വലിയ ശല്യമൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിൽ അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിയയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ കാണാം 4 ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകളും ബാക്കിൽ 4 പാർക്കിംഗ് സെൻസറുകളാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് എന്നുള്ള വിശേഷമായിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. ബോണറ്റും കാര്യങ്ങളൊക്കെ വളരെ ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു ബമ്പർ ലിപ്പിനോട് തന്നെ ചേർന്ന് അവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന ഒരു സ്ട്രിപ്പ് ഫോഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു കിയയുടെ ആ ഒരു ഡിസൈനിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയാണ്. അതിനൊന്നും പറയാനില്ല. അവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടോയെന്ന് നമ്മളറിയില്ല, പക്ഷേ ഒരു ഭയങ്കര ഫങ്ഷണലായിട്ടുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ് അവർ വളരെ നീറ്റായിട്ട് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കിയയുടെ സൈഡ് പ്രൊഫൈലാണ്. സൈഡ് പ്രൊഫൈലിനെ പറ്റി പറയുമ്പോൾ നേരത്തെ കാണുന്ന ആ ഒരു DRLൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് തന്നെ സൈഡിൽ നിന്ന് തന്നെ കാണുന്നുണ്ട്.
പിന്നെ നമുക്ക് ഒരു റൗണ്ട് കട്ടായിട്ടുള്ള ഒരു ഇതെല്ലാം ഡിസൈനല്ല ഇവിടെ വരുന്നത്. ഒരു ചെറിയ രീതിയിലൊരു സ്ക്വയർ കട്ട് പോലുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഇപ്പോൾ സബ് കോമ്പാക്ട് SUV-ലൊക്കെ ആ ഒരു ടയറിൻ്റെ മുകളിലുള്ള ഡിസൈൻ അങ്ങനെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ കട്ടോട് കൂടിയിട്ടുള്ള അലോയ്സ് ആണ് വരുന്നത്. സാധാരണ ഡയമണ്ട് കട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെ ഇവർ വിളിക്കുന്നത് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് എന്നാണ് പറയുന്നത്. 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. പിന്നെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ ടോപ്പ് എൻഡ് മോഡലുകളിൽ വരുന്നുണ്ട്. മിറർ കുഴപ്പമില്ല. അതിൻ്റെ താഴെയായിട്ട് ഒരു 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്. നോർമലി വരുന്ന രീതിയിൽ തന്നെയാണ് മിറർ ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെ ചെറിയൊരു ഫൈബറിൻ്റെ ഒരു ലെയർ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് അത് ലാസ്റ്റ് വരെ കണ്ടിന്യൂ വന്നിട്ടുണ്ട്. ടോപ്പ് എൻഡ് മോഡലുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ക്രോം ഫിനിഷിങ് നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു റൂഫ് റെയിലുണ്ട്. അതും കാണാൻ നല്ല സ്റ്റൈലിംഗ് ആണ് വണ്ടിക്ക് കൊടുക്കുന്നത്. വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഹൈറ്റ് ഇമ്പ്രൂവ് ആയ പോലെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു റൂഫ് റെയിലുകൾ വരുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. പിന്നെ സൈഡിൽ നിന്നുള്ള ഡിസൈനൊക്കെ നമ്മുടെ പണ്ടത്തെ കിയ സോണറ്റിനോട് ചേർന്നിട്ടുള്ള അതേ ഡിസൈനിങ് തന്നെയാണ്. ഇവിടെ ചെറിയൊരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്ര ലെങ്ത് അല്ലാത്ത ഒരു റിയർ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു ബോക്സ് ഡിസൈനോട് കൂടിയിട്ടുള്ള റിയർ ലൈറ്റാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. വളരെ നീറ്റായിട്ടുള്ള ബോഡി കളേർഡ് ആയിട്ടുള്ള നമുക്ക് ഹാൻഡിൽസ് ഇവിടെ കാണുന്നുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രി അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അകത്തേക്ക് എൻ്റർ ചെയ്യാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിൽ ഡോർ ഓപ്പൺ ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഒരു വിൻഷീൽഡ് നമുക്ക് ചെറുതായിട്ട് ട്വിൻ്റ് ചെയ്ത് കാരണം തന്നെ നമുക്ക് ആ മൊത്തത്തിൽ ആ വണ്ടിയുടെ ഒരു കളർ ഈ ഒരു സൈഡിലേക്കൊക്കെ നല്ല ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ടോപ്പ് ബോഡിയിൽ മൊത്തം ഡുവൽ ടോൺ ഇൻറ്റീരിയർ പോലെ ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സൈഡിലും ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ചെറിയൊരു വിൻഡോൻ്റെ ഒരു പീസ് കൂടി കാണാം. നമ്മൾ ഉള്ളിൽ നിന്ന് കണ്ട ആ ഒരു സംഭവം നമുക്കിവിടെ വളരെ രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സൈഡ് വ്യൂ എന്നുള്ള ഒരു സംഭവമായിട്ട് വരുന്നത്. ഇനി കിയ സോണറ്റിൻ്റെ റിയർ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ കൺവെൻഷനലായിട്ടുള്ള കിയ സോണറ്റിൻ്റെ അതേ ലുക്ക് തന്നെയാണ് ഏകദേശമൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്നാലും കുറച്ചുകൂടി ഒരു ബോക്സി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. പിന്നെ റിയർ ലാമ്പുകളൊക്കെ അത്യാവശ്യം ഒരു ബോക്സിയാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റാർ മാപ്പ് DRLാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡ് വരെ കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു റിയർ ലൈറ്റ് വരുന്നത്. പാർക്കിംഗ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ടൈം കത്തിക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ ഒരു ടെയിൽ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കിൽ വരെ ആ ഒരു ലൈറ്റ് വരെ എത്തുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് GT ലൈൻ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ GT ലൈൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ കിയയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ സോണറ്റിന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഡിഫോഗർ കോയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് റിയർ വൈപ്പറും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റിയർ ലൈറ്റും വരുന്നുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏകദേശം 385 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആയിട്ട് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിനെ കോമ്പറ്റ് ചെയ്യാനായിട്ടുള്ള അത്രയും ബൂട്ട് സ്പേസ് വേറെ വണ്ടികൾക്കൊന്നുമില്ല. വളരെ സുഖമായിട്ട് വേണമെങ്കിൽ 2 ഫാമിലിയുടെ ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇവിടെ ഇരിക്കാനും നല്ല രസമാണ്. കാരണം ആ ഒരു സീറ്റിംഗ് ഹൈറ്റ് ഓക്കെയാണ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോയി വല്ല പിക്നിക്കിനൊക്കെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനും വളരെ കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രികളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ബൂട്ട് സ്പേസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് വഴി നമുക്ക് ഇതിൽ എന്തൊക്കെ വെക്കാനുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഒരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനായിട്ട് ഈ പാർസൽ ട്രേ ശല്യം ചെയ്യുന്നില്ല. കാരണം അതിനനുസരിച്ച് നമുക്ക് അത് ലിഫ്റ്റായിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു റിയർ സൈഡിൽ നിന്നുള്ള വ്യൂവിനെ പറ്റി പറയാറുള്ളത്. എന്തായാലും ഓവറോൾ ഈ ഒരു ഭാഗം പക്കയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ 4 പാർക്കിംഗ് സെൻസറുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ നമുക്ക് ബമ്പറൊക്കെ വളരെ സ്റ്റൈലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ബാക്കിൽ നിന്നുള്ള പറയാനുള്ള വിശേഷങ്ങൾ. പിന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കിയ കണക്റ്റ്, സോണറ്റില്ല കിയ കണക്റ്റ് സോറി. അപ്പോൾ കിയ കണക്റ്റിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ ഓൾറെഡി ഇൻറ്റീരിയറിൽ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്കൊരു ബാഡ്ജിങ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ റൈറ്റ് സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. ബട്ട് നമ്മൾ ഈ ഒരു ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിലിൽ നമ്മൾ സാധാരണ വരാറുള്ള പോലെ ഒരു സ്മാർട്ട് ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കീ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ബ്ലാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ചെയ്ത് പൊക്കോളുന്നതാണ്. അത്രയും സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിയ സോണറ്റ് GTX+ എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. സോ മെയിനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇലക്ട്രോണിക്കലി തന്നെ ഫോൾഡ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ 4 വിൻഡോസ് താഴ്ത്താനും പൊക്കാനൊക്കെ ആയിട്ടുള്ള പവർ വിൻഡോ കൺട്രോൾസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ മുകളിലേക്കും താഴത്തേക്ക് ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പാർക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ താഴെ നമ്മൾ നല്ല റഷ് ആയിട്ടുള്ള റൂട്ട് കൂടെയൊക്കെയാണ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി ഓഫ് ചെയ്യും തിരക്കുള്ള സമയത്ത്, നിൽക്കണം ബ്ലോക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബ്രേക്കിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓൺ ആക്കും. അത് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ സെറ്റ് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ
ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിടക്കുന്നത് സ്പോർട്ട് മോഡിലാണ്. നമ്മൾ എക്കോ മോഡിലേക്ക് ആണെങ്കിൽ അതിൻ്റെ ആനിമേഷൻ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടാണ് ആ ഒരു എക്കോ മോഡ് അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണിക്കുക. മെയിനായിട്ട് വണ്ടിയിൽ 3 മോഡുകളാണ് വരുന്നത്. ഒന്ന് നമ്മുടെ എക്കോ മോഡ്, അതേപോലെ തന്നെ നോർമൽ മോഡ്, പിന്നെ സ്പോർട്ട് മോഡ്. സ്പോർട്ട് മോഡിൽ കിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ആനിമേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് വളരെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ അഡാസ് 1 ലെവൽ 1 അഡാസ് ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരാം. സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ബോട്ടം കട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ കീ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ ഓൺ ആക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന ആ ഒരു വണ്ടീനെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പോകാനുള്ള ഒരു സ്വിച്ചാണ്. നമ്മുടെ ഈ ലെവൽ 1 അഡാസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻസ് മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ലൈൻ അസിസ്റ്റിനെ പറ്റിയിട്ടും നമ്മുടെ വണ്ടിയുടെ ഡിസ്റ്റൻസും ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും, അതുപോലെ നമുക്കൊരു ഡയറക്ഷൻ ഒരു കോമ്പസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ലെവൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫ്യൂവൽ ലെവൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നമുക്ക് ഈയിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, എയർ ബാഗിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ GT ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് മൊത്തത്തിൽ വരുന്നത്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ മോഡ് മാറ്റാനായിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് വഴി നമുക്ക് എന്തെങ്കിലും പറയാം. ഓപ്പൺ സൺറൂഫ്. Opening the sunroof. അത് പറഞ്ഞാൽ തന്നെ മച്ചാൻ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്തോളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ബട്ടൺ ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ട്രാൻസ്മിഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ ഓരോ സ്പീഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു പാഡൽ ഷിഫ്റ്ററൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ലുക്കുമാണ്, നമുക്കൊരു സ്പോർട്ടി എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് ആയിട്ടുള്ള വൈപ്പേഴ്സിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു മൊഡ്യൂളിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പകുതി അഡാസ് ഫീച്ചറിൻ്റെ സെറ്റിംഗ് ഒക്കെ നമുക്ക് വരുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണെന്ന് നമ്മൾ പറയാം. അതിന് മുന്നേ ഇവിടെ കാണുന്ന ഒരു ഹസാർഡ് സ്വിച്ച് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു AC കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ വാല്യൂസും കാര്യങ്ങളും കാണിക്കാനായിട്ട് ചെറിയൊരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനൊക്കെ അതിൻ്റെ ലെവൽ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബട്ടൺസ് ഇവിടെ ഉണ്ട്. പിന്നെ പാർക്കിംഗ് ക്യാമറ ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ഡ്രൈവ് മോഡുകൾ മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്, എക്കോ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 മോഡുകളാണ് നമുക്കിവിടെ വരിക. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തും സീറ്റ് വെന്റിലേഷൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്. പിന്നെ ഹയർ മോഡൽസൊക്കെ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ നമുക്ക് താഴെ ഒരു USB A ടൈപ്പും C ടൈപ്പും അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് ഓപ്ഷൻസ് അഡീഷണൽ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് നമുക്ക് എന്തെങ്കിലും വെക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഗിയർ ലിവറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്തവണ വന്നിട്ടുള്ളത്. സോ അത് തോന്നുന്നു കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണ് ഡിസൈൻസ് വരുന്നത്. പിന്നെ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: പാർക്കിംഗ്, റിയർ, അതുപോലെ തന്നെ ന്യൂട്രൽ, ഡ്രൈവ്. അത് നമുക്ക് മാനുവൽ പോലെ നമുക്ക് ഓടിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഗിയർ ലിവർ താഴത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റിയാലും നമുക്ക് ആ ഒരു സ്പോർട്ട് മോഡ് അതിൻ്റെ ഒരു ആനിമേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈവ് മോഡ് മാറ്റുന്ന 2 രീതിയിൽ നമുക്ക് ആ ഒരു സ്പോർട്ട് മോഡ് മാറ്റാവുന്നതാണ്. പിന്നെ ഇവിടെ പറയുമ്പോൾ നമുക്കിവിടെ ചെറിയ കീ വെക്കാനുള്ള ലൊക്കേഷനുകൊണ്ട് 2 സാധനങ്ങൾ വെക്കാനുള്ള ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇവിടെ നമുക്ക് നല്ലൊരു ഹാൻഡ് ബ്രേക്ക്, നല്ല അത്യാവശ്യം ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നൊരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. നമുക്ക് നല്ല ധൈര്യമായിട്ട് വലിച്ച് സെറ്റ് ചെയ്ത് പോകാവുന്ന പോലത്തെ ചില ബട്ടൺസാണ്. നമുക്കതൊരു കൺഫ്യൂഷനാണ് എപ്പോഴും. ഇത് അങ്ങനത്തെ കൺഫ്യൂഷനൊന്നുമില്ല, കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കൂൾ ബോക്സ് ചെറിയൊരു ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഐറ്റം എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ ഇതിനുള്ളിൽ നമുക്കൊരു ഡ്രിങ്കോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കൂളായിട്ട് കിട്ടും. ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം പക്കയാണ്, നമുക്ക് ഫംഗ്ഷനിലാണ്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. നമുക്ക് ആ ഒരു അഡാസ് ഫീച്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആ ഒരു കിയയുടെ റെപ്രസെൻ്റ് ആയിട്ടുള്ള ആൽവി നമുക്ക് പറഞ്ഞുതരും. എങ്ങനെയാണ് നമ്മൾ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൽ ഇൻഫോർമെന്റ് സിസ്റ്റത്തിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് ബോസിൻ്റെ ആണ് വരുന്നത്. മാത്രമല്ല ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനോട് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മുടെ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അതൊന്ന് കാണിച്ചു തരാമോ? ഓക്കെ, നമുക്ക്
ജസ്റ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കണ്ട. ഓക്കെ. അതിൽ നമുക്ക് ഡ്രൈവർ സിസ്റ്റംസ് എന്ന ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ. ഇതിൽ ഡ്രൈവർ സേഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ വാർണിംഗ് മെത്തേഡ്സ് നമ്മുടെ ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോ ടിക്കും ചെയ്യാം അൺടിക്കും ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും ടിക്ക് ഇടുക, അതാണ് നല്ലത്. ഓക്കെ. പിന്നെ നമുക്കിപ്പോ വണ്ടി ഓടിക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുന്ന ഓട്ടോമാറ്റിക്കലി കാണിക്കും. ഓ ശരി, നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് അതനുസരിച്ച് നമുക്ക്. ഓക്കെ. നമ്മൾ ചെറുതായിട്ട് ഉറക്കത്തിലൊക്കെ പോകണ്ടോന്നൊക്കെ സെൻസ് ചെയ്യൂല. അതുപോലെ നമുക്ക് ഫോർവേഡ് സേഫ്റ്റി, നമുക്ക് ഫ്രണ്ടിൽ വരുന്ന വണ്ടി വരുമ്പോൾ ഓൾമോസ്റ്റ് പൊല്യൂഷൻ വാർണിംഗ് എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിലുള്ള വണ്ടി ഡ്രൈവിംഗ് അത്ര പെർഫെക്റ്റ് അല്ല, എന്തെങ്കിലും ഒരു ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ വാർണിംഗ് ആയിട്ട് കാണിക്കും. ഓക്കെ. അതുപോലെ ലൈൻ സേഫ്റ്റി വരുന്നുണ്ട്. അതായത് നമ്മുടെ റോഡിൽ ലൈനിട്ടുള്ള നല്ല ലൈനുള്ള റോഡാണെങ്കിൽ ആ ലൈൻ കീപ്പ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിൽ ആള് ചുമ്മാ വണ്ടി ഓടിച്ച് പോകും. ഓക്കെ. അതിന് ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മൾ കണ്ടു. ഇൻഡിക്കേറ്റർ അത് നല്ലൊരു സംഭവമാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് മിററിൽ നോക്കുമ്പോൾ കാണും തോന്നുമെങ്കിലും ചില ഏരിയസ് കാണില്ല. അപ്പോൾ അതൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇട്ടാൽ തന്നെ ആ ഒരു സൈഡത്തെ ക്യാമറ എനേബിൾ ആവുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇട്ടാൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എനേബിൾ ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് നമുക്ക് നല്ലൊരു സേഫ്റ്റിയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? പിന്നെ നമുക്ക് വരുന്നത് പാർക്കിംഗ് സേഫ്റ്റി ആണ്. സറൗണ്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. 360 ക്യാമറ ഓൾമോസ്റ്റ് HD ക്വാളിറ്റിയിലാണ് വരുന്നത്. ഓക്കെ. നമുക്ക് നല്ല ചെറിയ റോഡുകളാണെങ്കിലും തിരക്കുള്ള റോഡുകളാണെങ്കിലൊക്കെ ഈ ഒരു ക്യാമറ നോക്കിക്കൊണ്ട് പോവാല്ലേ. നമ്മളതിനെ വഴി പറഞ്ഞു തരാനൊന്നും വേണ്ടിയിട്ട് ആരും വേണമെന്നില്ല. കാരണം ഇത് ടോപ്പിൽ നിന്ന് കാണുന്ന പോലത്തെ ഒരു വ്യൂ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പ് എൻഡ് കാറുകൾ വരുന്നുണ്ട്. ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ കാറിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ നമുക്ക് ഇതിൽ വന്നു. ആ ഒരു വ്യൂ മാറ്റാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൈഡാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയാണ് വണ്ടി കാണുന്നത് അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സിൽ വരുന്നത്. പിന്നെ ഈ കാണുന്ന പോലത്തെ എല്ലാ സെറ്റിങ്സുകളും ഇവിടെ ഉണ്ട്. ഞാൻ പ്രത്യേകം ഓരോന്നും എടുത്ത് പറയുന്നില്ല. അതേപോലെ നമുക്ക് കിയ കണക്റ്റിന്റെ ഒരു ഓപ്ഷനും വരുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് കിയ കണക്റ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്? കിയ കണക്റ്റിൽ ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ മൊബൈലായിട്ട് വണ്ടി മൊബൈൽ തന്നെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. മൊബൈലിൽ നമ്മുടെ വണ്ടിയായിട്ട് കണക്ട് ആയി. ഓക്കെ. അതുപോലെ നമ്മുടെ വണ്ടി ഇപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് ഓൾമോസ്റ്റ് ഫ്രണ്ട്സ് വല്ലതും കൊണ്ടുപോകണം നമുക്ക് എവിടെ ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഓ, അതായത് നമുക്ക് GPS ഒക്കെ സെൻസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടെയാണ് കറന്റിൽ ഇരിക്കുന്നത് നോക്കാം. പിന്നെ നമുക്ക് അൺലോക്കിംഗ് അതുപോലെ നമുക്ക് വരുന്നുണ്ട്. അതിൽ ആ ആപ്പ് വഴി നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഫ്യൂൽ റേഞ്ച് എല്ലാം നമുക്ക് മൊബൈലിൽ തന്നെ അറിയാം. വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു ആപ്പ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മുടെ കിയ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിൽ വരുന്നത്. അതെന്തായാലും കുറച്ചുകൂടി എന്താ പറയുക, വണ്ടീനെ നമ്മൾ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കണം. നമ്മുടെ മൊബൈൽ വഴി തന്നെ നമുക്ക് വണ്ടിയുടെ എല്ലാ കൺട്രോൾസും ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഇന്റീരിയറിൽ പറയാനുള്ള ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഫംഗ്ഷൻസ്. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് നമ്മൾ ഓൾറെഡി വോയിസ് കമാൻഡ് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി വോയിസ് കമാൻഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ വേഗം തന്നെ അടയ്ക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ മാനുവലി ഷട്ട് ചെയ്യണം അല്ലേ? ഓക്കെ. ഈ ഒരു കവർ നമ്മൾ മാനുവലി ഷട്ട് ചെയ്യണം എല്ലാറ്റിലുള്ള പോലെ തന്നെ. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ആ ഒരു നമ്മുടെ വോയിസ് ക്യാച്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുറച്ച് ഒരു ചെറിയ സ്പീക്കർ മൈക്ക സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മിററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ SOS സേഫ്റ്റി സെറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന SOS എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സിറ്റുവേഷനിൽ അമർത്തുകയാണെങ്കിൽ ഡീലർഷിപ്പ് തന്നെ കോൾ വരും. നമ്മുടെ ബയ്യർക്ക് നമ്മൾ വണ്ടി മേടിച്ച ആൾക്ക് ഓൾമോസ്റ്റ് കോൾ വരും. ഓക്കെ. ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് അവർ ഫോർവേഡ് ചെയ്യും. ഓക്കെ. 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 അപ്പോൾ അതൊരു ബട്ടൺ നമുക്ക് മിററിൽ തന്നെ ഒരു നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിററിലേക്ക് എല്ലാം മാറ്റി കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ അപ്പുറത്ത് കാണുന്ന ആ ഒരു ചെറിയൊരു ടോച്ച് ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പ്, കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് സർവീസ് സ്റ്റേഷൻ കിയുടെ സർവീസ് സ്റ്റേഷൻ. ഓക്കെ. ഓക്കെ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി എവിടെയാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സെൻഡ് ആയി പോകും. പിന്നെ കിയ കണക്റ്റിന്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടല്ല. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്. സീറ്റ് രണ്ടും വെന്റിലേറ്റഡ് ആണ്. 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതിന്റെ ബാഡ്ജിങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ നമുക്ക് ഗ്ലോ ബോക്സ്, ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ബോസിന്റെ സൗണ്ട് സിസ്റ്റം ആണ് നിങ്ങൾക്ക് ഓൾറെഡി, അത് നമുക്കൊന്ന് കേൾപ്പിക്കാം. ബോസിന്റെ സൗണ്ട് സിസ്റ്റത്തിന്റെ ആ ഒരു ക്വാളിറ്റി. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ടിൻഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഗ്ലാസുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രത്യേക ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ആംബിയൻ ലെൻസിന്റെ ഓപ്ഷൻസ് ഒന്ന് കാണിക്കാമോ? നമുക്ക് ഇതിൽ ഒന്നത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാർന്ന് വിട്ട് ബട്ടൺ അമർത്തിയാലും മതി. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ലൈറ്റ്സിൽ കൺട്രോൾ ചെയ്യാം. ഡിഫറെന്റ് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഇതിൽ കുറയ്ക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഈ ഒരു സമയം ആയതുകൊണ്ടാണ് ആംബിയൻസ് ലൈറ്റ് കാണാത്തത്. നൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാം. മിഡ് നൈറ്റ് സിറ്റി അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി പ്രീസെറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ലൈറ്റിംഗ് സെറ്റിംഗ്സുകളും വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ചെറിയ മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ഈ ഒരു ആംബിയൻ ലൈറ്റ് കൊണ്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഫീൽ ആയിരിക്കും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സെറ്റിങ്സുകളൊക്കെ നമ്മുടെ കിയ നമ്മുടെ ഈ ഒരു സോണറ്റിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കിയയുടെ ഓഡിയോ ക്വാളിറ്റിയാണ്. ബോസിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കോളർ മൈക്കൊക്കെ ഞങ്ങളൊന്ന് ഡിസേബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലുള്ള ആ ഒരു
മൈക്ക് വഴി നമുക്ക് ഒരു ഡോൾബി സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് ഒന്ന് നോക്കാം. വോളിയം കുറച്ച് കൂടി. വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് സൗണ്ട് വരുന്നത്. അത്രയും സൗണ്ട് ഭീകരമായിട്ടുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട, ബെസ്റ്റ് സൗണ്ട് സിസ്റ്റമാണ്. പിന്നെ മുകളിൽ നമ്മുടെ സൺഷെയ്ഡ് കട്ടൻ വരുന്നുണ്ട്. ഇവിടെ മിററില്ല, ഇവിടെ നമുക്ക് മിറർ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എയർ ബാഗ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊന്ന് പറയാം. നമുക്ക് ഇതിൽ ബേസ് മോഡൽ നമ്മൾ 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് മോഡൽ 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതെന്തായാലും നല്ലൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും നിർബന്ധമാണ് ആയി വരുമായിരിക്കും, പക്ഷേ ഇതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ കിയയിൽ ഓൾറെഡി നമുക്ക് എയർ ബാഗ്സിന്റെ സെറ്റിംഗ്സിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീമാണ്. കാരണം സേഫ്റ്റിയുടെ ആ ഒരു രീതിയിൽ നമുക്ക് കിയ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡായി മാറി. കിയ സോണറ്റ് GTX പ്ലസ് മോഡലിൻ്റെ റിയർ സീറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഡ്രൈവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ സീറ്റ് കയറ്റിയിട്ട സമയത്തും നമുക്ക് നല്ല രീതിയിൽ ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സൺലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മിറർ താഴ്ത്താനും പൊക്കാനായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്കൊരു ടിൻഡഡ് ആയിട്ടുള്ള രീതിയിലാണ് കളർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഒരു വാം കളർ അധികം എൻ്റർ ചെയ്യുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഫിനിഷിംഗ് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വൈറ്റ് ടോൺ വരുന്നുണ്ട് ഈ ഒരു പിടിക്കുന്ന സ്ഥലത്ത് തന്നെ. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇവിടെ നമുക്ക് ചെറിയൊരു കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നമ്മുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷനും നല്ല രീതിയിൽ തന്നെയാണ്. നമുക്ക് പുറത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. അത് നമുക്ക് ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇനി ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ സെറ്റിംഗ്സ് വരുന്നത്? നമുക്ക് ബാക്ടീരിയ പ്രൊട്ടക്ഷൻ മോഡലാണ് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് വൈറസ് പ്രൊട്ടക്ഷൻ, നമുക്കിപ്പോൾ വണ്ടിയിൽ വരുന്ന ബാറ്റ്സ്മെൽ അതൊക്കെ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി ഇത് കൺട്രോൾ. ബാറ്റ്സ്മെല്ലിൽ അതുപോലെ തന്നെ വയറിൽ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എയർ പ്യൂരിഫയർ വെച്ചിട്ട് നമ്മളത് കളയുന്ന പറയുന്നത്. അപ്പോൾ ഈ ഒരു എയർ പ്യൂരിഫയർ അധികം വണ്ടികളിലൊന്നും കാണാത്തൊരു മോഡലാണ് ഈ ഒരു സംഭവം ഇവിടെ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തായാലും നല്ലൊരു സംഭവമാണ്. നമുക്ക് ഈ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ കൂടി വരുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വണ്ടി ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്ന പോലത്തെ ഒരു എയർ പ്യൂരിഫയർ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മോഡ്, ഡിസ്പ്ലേ, പവറും കാര്യങ്ങളും, അതിൻ്റെ എത്ര ഫാൻ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ സീറ്റിലേക്കൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എയർ വെൻസുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഡിസൈനിൻ്റെ ചെറിയൊരു കോപ്പി ആയിട്ടുള്ള ഡിസൈൻ പോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ നമുക്ക് വേണമെങ്കിൽ ചാർജിങ് സംഭവങ്ങളും കാണുന്നുണ്ട്. നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള, ഫോൺ ഹോൾഡ് ചെയ്യാൻ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല അല്ലേ, ചെറിയ ഫോണുകളൊക്കെ ചിലപ്പോൾ അല്ല അങ്ങനെ വെക്കാൻ പറ്റും, പകുതിക്ക് ഇങ്ങനെ തള്ളി വെക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്രയും സെറ്റപ്പ് നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ഓക്കെ, ഈ ഒരു റിയർ സൈഡിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൽ നമുക്കൊരു 2 കപ്പ് ഹോൾഡേഴ്സിൻ്റെ ഡിസൈനൊക്കെ വരുന്നുണ്ട്. ചില വണ്ടികളിലൊക്കെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഈ കപ്പ് ഹോൾഡേഴ്സ് കാണാറില്ല. അപ്പോൾ ഇതിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ആംറസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു 60% നമുക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് വലിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ, നമുക്ക് ലഗേജസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് 3 ആളെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ബെൻഡ് ചെയ്തിട്ട്, അപ്പോൾ ഇത് 60% ഉണ്ട്, മടക്കിടാൻ പറ്റും. ബാക്കി 40% ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ 3 ആളാണെങ്കിൽ എനിക്ക് 40% ഓക്കെയാണ്. ബാക്കി 60% മടക്കിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ലഗേജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് പോകാവുന്നതാണ്. അതാണ് ഇതിൽ വരുന്ന സംഭവം അല്ലേ. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വിൻഡോ പോലെ ഉണ്ട് അല്ലേ, ആ ഒരു സ്ഥലത്ത് അവിടെ ഉണ്ട്. ഓക്കെ, അത് നല്ല ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്റീരിയറിൽ വരുന്നത്. ബാക്കിലേക്കുള്ള വ്യൂ കുഴപ്പമില്ല. ബാക്കിൽ നമുക്ക് ഇവിടെ പാർസൽ ട്രേ എന്ന് പറഞ്ഞാൽ നല്ല വൈഡർ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് നമ്മുടെ ഒരു ബാഗൊക്കെ ഇട്ടിട്ടും ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇനി ഇഷ്ടം പോലെ ആണ് ഇവിടെ തന്നെ വെക്കാം. കാരണം അത്രയും വൈഡർ ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമുക്ക് ആ ഒരു പാർസൽ ട്രേ വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, മുകളിൽ നല്ലൊരു എന്താ പറയുക, നല്ല റഫായിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് കേട്ടോ മുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന, കവർ ചെയ്തിരിക്കുന്നവർ. പിന്നെ ഈ ഒരു റിയർ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഫ്രണ്ടിൽ ആ ഒരു വെന്റിലേഷനുള്ള ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ലെതറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കണക്ടിവിറ്റി കാണിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ലെഗ് സ്പേസോട് കൂടി ഇരിക്കാനും പറ്റും അല്ലേ. പിന്നെ 3 പേരാണെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയൊരു കുട്ടിയും അതുപോലെ 2 പേരാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. ഒന്നും പറയാനില്ല, ഇഷ്ടം പോലെ സ്ഥലമാണ്. 3 പേരാണെങ്കിൽ നമുക്ക് നോർമലി ഇരിക്കാവുന്ന പോലെയൊക്കെ ഇരിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റിയർ സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴും ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവാണ്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഫ്രണ്ട് കോക്ക്പിറ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്.
നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കിയയുടെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. കിയ സോണറ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കിഡിലനായിട്ടുള്ള വണ്ടികൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ് കിയ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കിയ സോണറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് സ്പോർട്സ് മോഡ് നിട്ട് വെക്കാം. നമ്മളിപ്പോൾ സ്പോർട്സ് മോഡ് എനേബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചെറിയ രീതിയിൽ നമ്മളൊന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കാണാവുന്നതാണ്. ഡീസലാന്നുള്ളതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഇനീഷ്യലി ചെറിയൊരു പവർ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ലാഗ് നമുക്കുണ്ട്. അതർവൈസ് നമുക്ക് വണ്ടി സ്മൂത്താണ്, ഒന്നും പറയാനില്ല. ഡീസൽ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും. നമ്മുടെ കിയ സോണറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് ചെറുതായിട്ട് കേൾക്കാം വണ്ടിയുടെ അകത്തേക്ക്. പിന്നെ മാത്രമല്ല ഈ ഒരു വണ്ടിയിൽ നമുക്ക് ടോർക്ക് കൺവെർട്ടറാണ് കേട്ടോ വരുന്നത്. ടോർക്ക് കൺവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ തരുന്ന ഒരു ഓട്ടോമാറ്റിക് ആണ്. മെയിനായിട്ട് നമുക്ക് നാലിലാണ് വരിക. ഒന്ന് AMT, അതുപോലെ CVT, അതുപോലെ DCT, പിന്നെ ടോർക്ക് കൺവെർട്ടർ. അല്ലെ AMT എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പറാണ്. അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ലാഗും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ DCT എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പക്ഷേ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിനുള്ളിൽ വരുന്നത്. 2 ക്ലച്ചൊക്കെ ഉപയോഗിച്ച് 2 സെറ്റ് ഓഫ് ഗിയേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 7 സ്പീഡ് DCT നമുക്ക് ഈ ഒരു സോണറ്റിൻ്റെ വേരിയൻസ് വേണ്ടി പല വേരിയൻസ് വേണ്ടി അവൈലബിൾ ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CVT ആണ്. പക്ഷേ CVTയിൽ ഈ പറഞ്ഞ മാതിരി ചെറിയ റബ്ബർ ബാൻഡ് എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്മൂത്താണ് ട്രാൻസ്മിഷൻ, എന്നാലും അതിലും ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ മുകളിൽ എനിക്കിഷ്ടം എന്ന് പറയുന്നത് ടോർക്ക് കൺവെർട്ടറാണ്. അപ്പോൾ ഈ ഒരു ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു ഇനീഷ്യൽ ലാഗും പിന്നെ ആ ഒരു ടോർക്ക് കൺവെർട്ടറിൻ്റെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ആക്സലറേഷൻ ഭയങ്കര സ്മൂത്താണ്. എത്ര നമ്മൾ പുള്ളി തന്നെ ഇടിച്ച് കുത്തി അങ്ങോട്ട് പോകുന്ന ഒരു സംഭവമില്ല. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയത്. എപ്പോഴും നമുക്കൊരു സ്മൂത്തറായിട്ടുള്ള ഒരു ആക്സലറേഷനാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള ഗിയറിലാണ്, ഓട്ടോമാറ്റിക് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്പോർട്സ് ഇട്ടുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നമ്മളങ്ങനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു ആക്സലറേഷൻ കൊടുക്കുമ്പോൾ ആ എക്സോസ്റ്റ് എന്നൊക്കെയുള്ള ഒരു സൗണ്ട് നമുക്ക് ഇവിടെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓവർടേക്കിങ്ങിനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. നമുക്കിനി എക്കോ മോഡ് ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ എക്കോ മോഡിലാണ് പോകുന്നത്. എക്കോ മോഡിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് തിരക്കുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ എക്കോ മോഡിന് ധാരാളം. എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് പവർ ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല. 1.5 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് വലിയ ഇത് മാത്രമല്ല GT ആണ്. വലിയ പവർ ഡ്രോപ്പ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ നമുക്ക് റിലാക്സ് ചെയ്ത് സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും. നമുക്ക് നോർമൽ മോഡും നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ നോർമൽ മോഡ്. നോർമൽ മോഡിലും അത്യാവശ്യം പവർ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ നമുക്ക് നോർമൽ മോഡിലും കിട്ടുന്നുണ്ട്. നമുക്ക് മാനുവലിലേക്ക് ഇടാം. മാനുവൽ മീൻസ് ടോർക്ക് കൺവെർട്ടറിൽ തന്നെ 6 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊരിക്കും ഇട്ട് നോക്കാം. ഇപ്പോൾ നമ്മളിട്ടിരിക്കുന്ന മാനുവലാണ്. നമ്മൾ മാനുവൽ ഗിയർ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എൻജിൻ റവ് ചെയ്യണതിൻ്റെ ആ ഒരു നോയ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഗിയർ ഷിഫ്റ്റ് ചെയ്യുക മാക്സിമം. പിന്നെ ഗിയർ ഡൗൺ ചെയ്യാനിപ്പോൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ വണ്ടിയിലുള്ള ആ ഒരു എന്താ പറയുക, ആ സെൻസർ, ടോർക്ക് സെൻസറൊക്കെ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ആയിക്കോളും. ഗിയർ അപ്പ് ചെയ്യേണ്ട സമയത്ത് ഗിയർ അപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി മെയിനായിട്ട്. ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഡൗൺ ചെയ്യാൻ കസ്റ്റമൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ആവുകയും ചെയ്തോളും, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് അല്ലാതെ നമുക്ക് ഈ ഒരു ഗിയർ ലിവറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഗിയർ ലിവർ വെച്ചിട്ടാണ് അപ്പ് ചെയ്തേക്കുന്നത്. വളരെ ഷോർട്ടാണ് ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, കുഴപ്പമില്ല. അതുകൊണ്ട് ഓക്കെ, നമ്മളൊരു ചെറിയൊരു ബട്ടൺ പ്രസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഗിയർ ലിവർ ഉപയോഗിച്ച് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമ്മളൊന്ന് ജസ്റ്റ് പുള്ളി ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ലൈൻ അസിസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു റോട്ടിൽ ചെറിയൊരു ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ അസിസ്റ്റ് ഒക്കെ മെയിനായിട്ട് ഫോളോ ചെയ്യണത് ഒരു ക്യാമറ വെച്ചിട്ടാണ്. മാത്രമല്ല ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചില റഡാർ പോലത്തെ സെറ്റിങ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റഡാർ ഫീച്ചേഴ്സ് കൂടി വെച്ചിട്ടാണ് നമ്മൾ അതിപ്പോൾ ലൈൻ അസിസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടേണിങ് ഓട്ടോമാറ്റിക്കലിയാണ് ഇപ്പോൾ ലൈൻ വന്നത്. തിരിച്ചത് ഇതാ കണ്ട സംഭവം നടക്കുന്നുണ്ട്. ലൈൻ അസിസ്റ്റൻ്റ് ഉണ്ട്, പക്ഷേ
നമ്മൾ കർവൊക്കെ വരുമ്പോൾ നമ്മൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് 60 താഴെയാകുമ്പോൾ ഓഫ് ആവുകയാണ്. അതാണ് പ്രശ്നം. നമ്മൾ ജസ്റ്റ് പിടിക്കണം, എപ്പോഴും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിടിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മുമ്പിൽ നോക്കിയുള്ളൂ. നമ്മുടെ സൈഡിൽ നിന്നാണ് മിസ്റ്റേക്കുകൾ ഓവർകം ചെയ്യാനാണ് ആൾ ട്രൈ ചെയ്യണത്, അത്രേ പറയാനുള്ളൂ. ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ട്, അതിന് അതുമായിട്ട് കൊളീഷൻ വരാൻ പോവുകയാണെങ്കിൽ അതിനൊരു വാണിംഗ് തരും. അതുപോലെ നമ്മുടെ ലൈൻ ഡിറ്റക്ട് ചെയ്തിട്ട് 2 ലൈൻ ഇട്ടിട്ടുള്ള റോഡുകളാണെങ്കിൽ ആ ലൈൻ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സ്റ്റിയറിങ് ചെറിയ രീതിയിലൊരു കർവ് അസിസ്റ്റൻ്റൊക്കെ നമുക്ക് തരും. പിന്നെ അതുപോലെ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈൻ നമ്മൾ തെറ്റി കഴിഞ്ഞിട്ട് അപ്പുറത്തെ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വാണിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ലൈൻ അസിസ്റ്റൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ബ്ലോക്കുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുകൊണ്ട് നമ്മൾ ബ്രേക്കിൽ വീണ്ടും കാലെടുത്ത് വെച്ചാൽ വണ്ടി ഓൺ ആവുകയാണ് ചെയ്തത്. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഓവറോൾ ഈ ഒരു കിയ സോണറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ലുക്ക് വൈസുള്ള അല്ലെങ്കിൽ ഫീച്ചർ വൈസുള്ള ഒരു ഫേവറേറ്റ് വണ്ടിയാണിത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. കാരണം ഏതൊരു വണ്ടിയുടെ കൂടെയും ഈസിയായിട്ട് നമുക്ക് കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് കിയ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് രസകരമായിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മളിന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഈ ഒരു കിയയുടെ സോണറ്റിൻ്റെ മോഡൽ GT Express എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ്. ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് 17 lakhs to 18 lakhs ഇടയിലാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു മോഡലാണ്. ഇപ്പോൾ സൺറൂഫ്, അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം, അതുപോലുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. നിങ്ങൾക്കിനി ഒരു കിയ സോണറ്റിൻ്റെ ബേസ് മോഡലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9 to 10 lakhs ഇടയിലാണ് ഇതിൻ്റെ ബേസ് മോഡലിന് വരുന്നത്. ഇനി ബേസ് മോഡൽ വേരിയൻസിൽ തന്നെ നമുക്ക് സൺറൂഫൊക്കെ ഉള്ള മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലക്ഷറിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കിയ എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിസൈനിൻ്റെ കാര്യത്തിലും അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അടിപൊളിയാണ്. അപ്പോൾ കിയ സോണറ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി കാറാണ്. ഫാമിലി മാത്രമല്ല, നമുക്ക് യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും ലുക്കൊക്കെയാണ് വണ്ടിക്കുള്ളത്. സോ നമ്മുടെ ഹ്യൂണ്ടായുടെ വെന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കാറിൻ്റെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം ആ ഒരു കമ്പനി തമ്മിലൊരു കൊളാബൊക്കെ ഉള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഫീച്ചർ വൈസ് നോക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ കിയാണ് സജസ്റ്റ് ചെയ്യാം. കിയ സോണറ്റിൻ്റെ ഈ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. ഇതുപോലുള്ള രസകരമായിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. അതുവരെയും ബൈ.